ഗുണത്രിരത്നദീപ്തദീദിതേ സലോലനീലകുന്തളേ പ്രസൂനകുഞ്ചകുംഭിതേ കഥാ കരിഷ്യസി വിമാ കൃപാകടാശഭാജനാം. നിരംബബിംബലംബമാന പുഷ്പമേഖലാഗുണ പ്രശസ്തരത്നകിങ്കിണീ കലാവമധ്യമഞ്ജുളേ ഹരീന്ദ്രശുണ്ഡദണ്ഡികാവരോഗസോപകോരുഗോ കഥാ കരിഷ്യസി വിമാം കൃപാകടാശഭാജനം. അനേകമന്ത്രനാദമഞ്ജുനൂപുരാവരസ്കല സമാജരാജഹംസവം ച നിഗണാതിഗൗരവേ വിലോലഹേമവല്ലരീ വിടിംബചാരുചക്രമേ കഥാ കരിഷ്യസി വിമാ കൃപാകടാശഭാജനം. അനന്തകോടി വിഷ്ണുലോക നമ്രപത്മജാർച്ചിതേ ഹിമാദ്രിജാ പുലോമജാ വിരാജിജാ വരപ്രദേ അപാരസിദ്ധിവൃത്തിദിക്ത സമ്പദാ കുലീനഹേ കഥാ കരിഷ്യസി വിമാം കൃപാകടാശഭാജനാം. മഹേശ്വരി ക്രിയേശ്വരി സ്വദേശരി സുരേശ്വരി ത്രിവേദ ഭാരതീശ്വരി പ്രമാണശാസനേശ്വരി രമേശ്വരി ക്ഷമേശ്വരി പ്രമോദകാനനേശ്വരി പ്രജേശ്വരി വൃജാദിവേ ശ്രീരാധികേ നമസ്തുതേ. മഹേശ്വരി ക്രിയേശ്വരി സ്വദേശരി സുരേശ്വരി ത്രിവേദ പാരതീശ്വരി പ്രമാണശാസനേശ്വരി രമേശ്വരി ക്ഷമേശ്വരി പ്രമോദകാനനേശ്വരി പ്രജേശ്വരി വൃജാദിവേ ശ്രീരാധികേ നമസ്തുതേ. ഇതീതമത്ഭുതസ്തവം നിശമ്മഭാനുനന്ദിനീ കരോതു സതതം ജനം കൃപാകടാശഭാജനം. ഭവേന്ദ്രദൈവ സഞ്ജിതാത്രിരൂപകർമ്മനാശനം ലവേന്ദ്രദാ വൃജേന്ദ്ര സോനു മണ്ഡല പ്രവേശനം. രാധേ 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 ശ്രീരാധേ ശ്രീരാധേ ശ്രീരാധേ. മദമം തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. മദൻ മോഹന മോഹിനി കീ ജയ്, ബർസാനെ വാലി കീ ജയ്, ജയ 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 ശ്രീരാധേശ്യാം. രാധേ ശ്രീരാധേ ശ്രീരാധേ ശ്രീരാധേ. ഇന്ന് രാധാഷ്ടമിയായിട്ടോ, രാധാറാണിയുടെ ആവിർഭാവ ദിവസമായി ഇന്നേരം നമുക്ക് രാധാറാണിയെ തീർച്ചയായിട്ടും നമുക്ക് നാട്ടിലുള്ളവർക്കേ ഉള്ളൂ ഇത്രയൊന്നും അറിയാൻ വയ്യാത്തത് രാധാറാണിയെ പറ്റി. പക്ഷെ രാധ ഇല്ലാന്നുണ്ടെങ്കിൽ കൃഷ്ണ അവതാരം പോലും നടക്കില്ലായിരുന്നു എന്നുള്ളതാണ്. അത്രയ്ക്കും പ്രാധാന്യമാണ്. ഇപ്പൊ എങ്ങനെയാ കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണന്റെ അന്തരംഗ ശക്തിയാ രാധാറാണി. ആ രാധാറാണി ഇല്ലാന്നുണ്ടെങ്കിൽ കൃഷ്ണൻ ഇല്ല, കൃഷ്ണൻ ഇല്ലെന്നുണ്ടെങ്കിൽ രാധയില്ല. അതെയാണ് ഈ പറയുന്നത്. जो राधा नाम न हो तो रसराज विचारो रोतो नहीं हो तो कृष्ण अवतार जडेജ രാധേ രാധേ. രാധാനാമം എന്ന് പറയുന്നൊരു ഇതില്ല, ആ നാമം ഇല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ രസരാജ് വിചാരോ രോത്തോ എന്ന് പറഞ്ഞ രസരാജൻ അവിടെ ആരാ? ഭഗവാൻ ശ്രീകൃഷ്ണന്. എന്നിട്ടോ നഗി ഹോത്തോ കൃഷ്ണാവതാരം അവതരിക്കില്ലായിരുന്നു. കൃഷ്ണ ഭഗവാൻ ഈ ഭൂമിയിലേക്ക് വരില്ലായിരുന്നു, രാധാറാണി ഇവിടെ വന്നില്ലായിരുന്നുണ്ടെങ്കിൽ. അത്രയ്ക്കും പ്രാധാന്യമാണ് രാധാറാണിക്ക്. എന്ന് പറയുന്നത് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗവതത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ബുദ്ധമായിട്ട് വെച്ചിരിക്കുന്നത് ശ്രീ ശുഖമുനി പോലുമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രാധാറാണിയെ പറ്റി ഒരു പേര് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ശ്രീ ശുഖമുനിയുടെ ഗുരുവാണ് രാധാറാണി. ആ രാധാറാണിയുടെ പേര് പോലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മഹാസമാധിയിലേക്ക് പോകും. അതുകൊണ്ടാണ് രാധാറാണിയെ പറ്റി ഇത് വ്യാസഭഗവാനോ ശ്രീ ശുഖമുനിയോ ഒന്നും പിന്നെ പറയാവുന്നത്. യുവലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണ ഭഗവാന്റെ ഹൃദയത്തിന്റെ ആ ഒരു എന്താ പറയുന്ന ഡയമണ്ട് അങ്ങനെയുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതാണ് രാധാറാണി എന്നുള്ളത്. അതിനെ ഇങ്ങനെ പ്രദർശിപ്പിക്കാനുള്ളതല്ല, ഗുപ്തമാക്കി വെക്കാനുള്ളതാണ്.
എന്ന് ആ രാധാറാണിയുടെ പേര് പോലും ഉച്ചരിക്കാനുള്ള ക്വാളിഫിക്കേഷൻ നമുക്കില്ല. അത്രയ്ക്കും പവിത്രത നമുക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് ഈ രാധാറാണിയെ പറ്റി ആരും ഒന്നും എവിടെയും പറയാതെ പോയത് എന്നുള്ളത്. പക്ഷെ ഈ രാധാറാണിയെ പറ്റി എവിടെയും പറയാതെ പോയതുണ്ടല്ലോ പബ്ലിക്കിന്. അതുകൊണ്ട് ഈ രാധ ആരാ, വെറും ഒരു ഭഗവാന്റെ കാമുകി എന്നുള്ള രീതിയിൽ തന്നെ ഇങ്ങനെ ഇത് കോമൺ ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞു ഇത് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഈ രാധാറാണിയെ പറ്റി ഇപ്പൊ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്ന അത്രയും പ്യൂരിറ്റി ഒന്നും വന്നില്ല. ആദ്യം ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെ രാധാറാണിയെ പറ്റി രാം എന്നുള്ള ഒരു അക്ഷരം തന്നെ ഉച്ചരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും രാധാറാണിയുടെ ഇന്നാണ് ആവിർഭാവ ദിവസം. അതുകൊണ്ട് ഞാൻ കുറച്ചൊരു രാധാറാണിയെ പറ്റി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയാമെന്ന് വിചാരിച്ചത്. അമ്പലത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വൃന്ദാവനത്തിലൊന്നും വന്ന് കാണണം. ലക്ഷക്കണക്കിന് ആൾക്കാരെ വരുന്നു എന്നുള്ളത്. ദൈവമേ എന്താ ആ ഡെക്കറേഷൻസ് ഒക്കെ ഒന്ന് കാണണം. ജന്മാഷ്ടമിക്ക് പോലും ഇത്രയും ഒരു ആഘോഷം ഇല്ല എന്നുള്ളതാണ് ഇവിടെ വൃന്ദാവനത്തിൽ രാധയാണ് എല്ലാവർക്കും എല്ലാം. ഇപ്പം നമ്മളൊരു സൈഡ് അങ്ങോട്ട് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് സൈഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരെന്താ പറയുന്നത്, രാധേ രാധേ. അതേപോലെ റിക്ഷക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സൈഡ് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, രാധേ രാധേ എന്നുള്ള ആ ഒരു ഇതാണ്. രാധേ 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 ശ്രീ രാധേ എന്നുള്ള ആ ഒരു പേര് മാത്രമേ വൃന്ദാവനത്തിൽ കേൾക്കാനുള്ളൂ എന്നുള്ളതാണ്. എവിടെ ആയിക്കഴിഞ്ഞാലും എങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഭഗവാന്റെ ആ രാധാറാണിയുടെ നാമമാണ് ആദ്യമായിട്ട് വരുന്നത് വൃന്ദാവനവാസികൾക്ക്. എന്നിട്ട് നമുക്ക് രാധാറാണിയോട് പ്രാർത്ഥിക്കാം. മേരെ ഗിനിയോന ആപരാ लाडली श्री राधे, जो तो मेरे अवगुण देखे, जो तो मेरे अवगुण देखे, कोई नहीं साब लाडली श्री राधे, मेरे गिनियो न आभरा लाडली श्री राधे. രാധാറാണിയോട് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മള് ദിവസവും ലക്ഷക്കണക്കിന് അപരാധം നമ്മൾ ചെയ്യുന്ന, അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നത്. അതുകൊണ്ട് ആ അപരാധങ്ങളൊന്നും അന്ന് കണക്കിലെടുക്കരുത്. എന്റെ ലാഡ്ലി ശ്രീരാധേ, എന്റെ അവഗുൺ ദേഖകത്തോ നോക്കുവാണെന്നുണ്ടെങ്കിൽ, എന്റെ തെറ്റുകൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഉണ്ട് കോയിനകി ഇസാബ്, അതിനൊരു കണക്കില്ല. അമ്മയല്ലേ ശ്രീ രാധാറാണി, ഈ ലോകത്തിന്റെ എല്ലാത്തിന്റെയും അമ്മയാണ് രാധാറാണി. അതുകൊണ്ട് നമ്മൾ അമ്മമാരോട് എപ്പോഴും, അമ്മമാർക്ക് എങ്ങനെയാ മക്കളോട് എപ്പോഴും ഒരു കരുണയുണ്ടല്ലോ. അന്നേരം ആ രാധാറാണിയോട് നമ്മള് പ്രാർത്ഥിക്കുവാണ് ഈ ഒരു പ്രാർത്ഥന വന്നിരിക്കുന്നത്. മാനകി മേ പാതിതു ബഹുതോ ഹോ, മാനകി മേ പാതിതു ബഹുതോ ഹോ, പാതിതു പാവൻ തേരാ നാം लाडली श्री राधे, मेरे गिनियो ना भरा लाडली श्री राधे, श्री राधे. ഞാന് അംഗീകരിക്കുന്നു, ഞാൻ എപ്പോഴും ഞാൻ പതിതയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തെറ്റുകളുടെ ഒരു കൂമ്പാരം തന്നെയാണ്. പക്ഷെ എന്താ വേണ്ടുന്നത്, ശ്രീരാധേ. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും അങ്ങ് പതിത് പാവൻ തേരാനാ, പതിതരായിട്ടുള്ള ആൾക്കാരെ ഉദ്ധരിപ്പിക്കുന്നവരാണല്ലോ അമ്മ. അതുകൊണ്ട് എന്റെ മേരെ ഗീനിയോ നാപരാ ലാഡില് ശ്രീരാധേ, ശ്രീരാധേ. അഷ്ടസഖി അവർ കോട്ടി ഗോപിന്മേ, अष्टसखी अवर कोटि गोविंद में लिख लीजो मेरा नाम लाडली श्री राधे, लाडली श्री राधे, श्री राधे. അഷ്ടസഖി രാധാറാണിയുടെ മെയിനായിട്ടുള്ള കൂട്ടുകാരാണ് അഷ്ടസഖികൾ എന്ന് പറഞ്ഞാൽ 8 പേരാണ് മെയിനായിട്ടുള്ളത്. ലളിത വിശാഖ അവരില് മെയിനായിട്ടുണ്ട്. മായാപ്പൂർ ഒരു അമ്പലമുണ്ട് ഇസ്കോണിന്റെ, വളരെയാണെന്നുണ്ടെങ്കിൽ വളരെ ഫേമസ്, വേൾഡിലെ നമ്പർ 1 അമ്പലമാണ് അത്. അവിടെയാണെന്നുണ്ടെങ്കിൽ അഷ്ടസഖികളും കൃഷ്ണനും രാധയും കൂടെയുള്ള ആ ഒരു ബിംബമാണുള്ളത്. എന്നിട്ട്
लिख लीजिए अष्टसखी അവർ കോട്ടി ഗോപിന്നി അഷ്ടസഖിയുടെ അവർ കോട്ടി ഗോപിന്നി കോടിക്കണക്കിന് ഗോപികന്മാരാ രാധാറാണിയുടെ സേവയ്ക്ക് വേണ്ടിയിട്ടുള്ളത് എന്നുള്ളതാ. അതുകൊണ്ട് എന്തുവാ ലിഖ് ലിജോ മേര നാം, ഈ കോടിക്കണക്കിനുള്ള ഗോപികമാരുടെ ആ കൂട്ടത്തില് എന്റെയും കൂടി പേര് എഴുതണേ ദേവി എന്നുള്ള ആ പ്രാർത്ഥനയാണ് നമ്മൾ ചെയ്യുന്നേ. മേരെ ഗീനിയോ നാപരാ ലാഡിലി ശ്രീരാധേ ലാഡിലി ശ്രീരാധേ. എന്റെ തെറ്റുകളൊന്നും അമ്മ നോക്കരുതേ, നോക്കാതെ എന്നെ പതിത പാവന തേരാനാ. പതിതമായിട്ടുള്ള ആൾക്കാരെയാണെന്നുണ്ടെങ്കിൽ അതം പിടിച്ചിട്ടുള്ള ആൾക്കാരെ കൈ ഉയർത്തി കൈപിടിച്ച് ഉയർത്തുകയാണല്ലോ അമ്മ ചെയ്യുന്നത്. അതുകൊണ്ട് എന്നെയും കൂടി അങ്ങനെ ഉയർത്തണമേ ദേവി. जो तो मेरा नाम लिखोगी, जो तू मेरे नाम लिखोगी, पाऊंगी मैं विश्राम लाडली श्री राधे. जो तो मेरे नाम लिखोगी, पाऊंगी मैं विश्राम लाडली श्री राधे श्री राधे श्री राधे. എന്റെ പേരാണ് ആ കോടിക്കണക്കിന് ഗോപികമാരുടെ ലിസ്റ്റിൽ എന്നെയും കൂടി ചേർക്കുക. എന്ത് ചെയ്യും? ആവുകയുമേ വിശ്രാം, ഞാന് വിശ്രമിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു തരത്തിലുള്ള ഒരു സമാധാനവും കിട്ടില്ല. രാധാറാണി जो मेरा नाम मेरे गिलियो ना आभरा लाडले श्री राधे श्री राधे श्री राधे. എന്റെ പേര് കോടിക്കണക്കിനുള്ള ആ ഗോപികമാരിൽ എഴുതുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? മേ അപ്പേ നിതും ചേരത്താഹേ രാധേ രാധേ കത്താഹേ, മേ അപ്പേ നിതും ചേരത്താഹേ രാധേ രാധേ കത്താഹേ. ഞാൻ എന്ത് ചെയ്യും? എന്റെ കോടിക്കണക്കിന് ആ ഗോപികമാരിൽ എന്റെ പേരൂടെ എഴുതുവാണെങ്കിൽ എന്ത് ചെയ്യും? രാധേ രാധേ കത്താഹേ, മേ അപ്പേ നിതും ചേരത്താഹേ രാധേ രാധേ കത്താഹേ. ഞാന് ഏറ്റവും ആനന്ദത്തിൽ ജീവിക്കും. എന്താ? രാധേ 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 രാധേ. നിങ്ങളും കൂടി പറയണം കേട്ടോ. ഈ നാമം ഉച്ചരിക്കാൻ പോലും നമ്മൾ ക്വാളിഫൈഡ് അല്ല. എന്നാ പോലും ആണെന്നുണ്ടെങ്കിൽ ദേവി നമ്മളെ ക്ഷമിക്കും. പക്ഷെ ആ ഒരു വിളി ഉണ്ടല്ലോ, ആ ദേവി നമ്മുടെ വിളി അവർ തീർച്ചയായിട്ടും കേൾക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഇത്രയും പറയുന്നത്. ജैसे तेरा नाम लिया मेरा जीवन जैसे बदल गया, जब से तेरा नाम लिया मेरा जीवन जैसे बदल गया. എപ്പോഴും ഞാൻ അമ്മയുടെ നാമം എടുക്കാൻ തുടങ്ങി അന്ന് മുതൽ എന്റെ ജീവിതം ബദലിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ചേഞ്ചായി. ഞാൻ പണ്ട് എങ്ങനെയെല്ലാം നടന്നിരുന്നു, പക്ഷെ അമ്മയുടെ നാമം തുടങ്ങിയപ്പം മുതല് എന്റെ ജീവിതം ചേഞ്ചായി തുടങ്ങി. ആദ്യം എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നേ? മാരാ മാരാ ഫിർതാദാ മീൻ തോ ടിക്കാനാ മിൽ ഗയാ, മേ ആബ് തോ ടിക്കാനാ മിൽ ഗയാ. പണ്ട് ഞാൻ ഇങ്ങനെ ഈ മെറ്റീരിയൽ ഭൗതിക ലോകത്തിൽ കിടന്ന് ഉരണ്ടോണ്ടിരുന്നതായിരുന്നു. ജപ്സ തേരൻ നാം ദിയ, ആ അമ്മയുടെ നാമം എപ്പം ഞാൻ എടുക്കാൻ തുടങ്ങിയോ അന്ന് മുതലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് എനിക്ക് പരമാനന്ദം ഉണ്ടാവാൻ തുടങ്ങി. ഇപ്പോഴെങ്ങനെയാ ഞാൻ ജീവിക്കുന്നത്? അബ് മസ്തി മേരത്താ ഹോ രാധേ രാധേ കത്താ ഹോ, അബ് മസ്തി മേരത്താ ഹോ രാധേ രാധേ കത്താ ഹോ, മേ ആപ്പേ നീ ദൂർ മേരത്താ ഹോ രാധേ 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 കത്താ ഹോ, രാധേ 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 കത്താ ഹോ. ഇപ്പൊ ഞാൻ എങ്ങനെയാ? എന്ത് ബിന്ദാസായിട്ടാണെന്ന് അറിയാമോ? എനിക്ക് യാതൊരുവിധ ടെൻഷനുകളും ഇല്ല. ഞാന് എപ്പോഴും എങ്ങനെയാ? നീ അപ്പേനി ദൂർ മേരത്താ ഹോ, ഞാൻ എന്റേതായിട്ടുള്ള ആ ഒരു ലോകത്ത് ആ പേരില് രാധേ രാധേ എന്നുള്ള ആ പേരില് പരമാനന്ദം കൊണ്ടുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. न जाने दुनिया भर के साकार कैसे होते हैं, जो नहीं लेते नाम तेरा वो जाने कैसे जीते हैं. അറിയില്ല അമ്മ എന്താ ചെയ്യുന്നത്. ദുനിയയിലുള്ള ഈ ലോകത്തിലുള്ള ആൾക്കാരെല്ലാം എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത്. പക്ഷെ ചെയ്തു കൂട്ടിയിട്ട് അവസാനം എന്താ വരുന്നത്? ടെൻഷൻ അല്ലാതെ വേറെ ഒന്നും അവർക്ക് കിട്ടുന്നില്ല. ജോ നഹി ലേത്തെ നാം തേരാ വോ ജാനെ കൈസെ ജീത്തെ ഹേ. അമ്മയുടെ പേരെടുക്കാത്തവരെ എങ്ങനെ ജീവിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മേ ശ്യാം ചരൺ മേരത്താ ഹൂ രാധേ രാധേ കത്താ ഹൂ, മേ ശ്യാം ചരൺ മേരത്താ ഹൂ രാധേ രാധേ കത്താ ഹൂ,
ഇപ്പോഴും ഞാൻ എന്താ രാധ എന്നുള്ള ആ ഒരു പേരെടുത്തപ്പോ എനിക്ക് ശ്യാമിന്റെ ചരണം കിട്ടി എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ ചരണം കിട്ടി, ആ തൃപ്പാദം എനിക്ക് കിട്ടി. ഇപ്പൊ എന്ത് അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ആ തൃപ്പാദം കിട്ടിയതുകൊണ്ട് എന്താ ഞാന് മേയപ്പേനിതും ശരത്താമോ രാധേ രാധേ കൈത്താമോ രാധേ 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 കൈത്താമോ രാധേ 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 तेरी कृपा से श्री राधे रसिगन गामो के संग मिला, तेरी कृपा से श्री राधे रसिगन गामो के संग मिला. അമ്മ രാധാറാണി, അത് അമ്മയുടെ ആ സംഘം കിട്ടിയത് കൊണ്ട്, ആ കൃപ കിട്ടിയത് കൊണ്ട് എനിക്ക് ആരുടെ സംഘം കിട്ടി? രസികൻക മോഹേ സംഗമില്ല, സാക്ഷാ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ സംഘം എനിക്ക് കിട്ടി, ആ ഒരു ത്രിപാദ സേവ എനിക്ക് കിട്ടി. ടോക്കർ ഖാനെ വാലാ ധാമേ പ്രഭുനി ആകെ സംഭലിയ. ഞാൻ ഇങ്ങനെ ദുനിയായിൽ ഈ ലോകത്ത് ഇങ്ങനെ നടന്ന് ചുറ്റുമായിരുന്നു. എന്ത് ചെയ്യണം ഏത് ചെയ്യണം ഒന്നും അറിയില്ല. നെറ്റിയിലെ ഭൗതികമായിട്ടുള്ള ആ മായയെ കിടന്ന് ഞാനിങ്ങനെ ഉഴലുമായിരുന്നു. പക്ഷെ അമ്മയുടെ ആ സംഘം കിട്ടിയപ്പോ എനിക്ക് എന്ത് കിട്ടി? രസികൻക മോഹേ സംഘിന, സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാന്റെ സംഘം കിട്ടി. ആ ആദ്യം എന്തായിരുന്നു? ടോക്കർ ഖാനേവാലാധാമേ പ്രഭുവിനെയൊക്കെ സമ്പാലിയ. ആദ്യമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഓരോരുത്തരിൽ നിന്നിട്ടും ഓരോരോ കാര്യങ്ങൾ കേൾക്കുകയും അസഭ്യം കേൾക്കുകയും ചിത്ത കേൾക്കുകയും പിന്നെയാണെന്നുണ്ടെങ്കിൽ പുറംകാല് കൊണ്ട് തള്ളിക്കളയോ, അങ്ങനെ എന്തെല്ലാം രീതിയിലായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. എത്ര ടെൻഷനിലായിരുന്നു. നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും അവസാനം ഉണ്ടല്ലോ അന്നത്തേക്ക് ഒരു സുഖം കിട്ടും. പക്ഷെ അവസാന സമയത്ത് എന്താ വരുന്നത്? അത് തന്നെ നമുക്കൊരു പാരയായിട്ട് വരും എന്നുള്ളതാണ്. അങ്ങനെ ടോക്കർ ഖാനേവാലാദാമേ ഇപ്പോഴെന്ത് കിട്ടി? ആക്ക കൃപാസമിർക്കോ എന്ത് കിട്ടി? രസികൻക മോഹേ സംഘം മില, ഭഗവാന്റെ ആ സംഘം കിട്ടി എനിക്ക്. अब चंद शरण में रहता हूँ, राधे राधे कहता हूँ, राधे 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 राधे. രാധാറാണി സംഘ കിട്ടിയപ്പോഴേക്ക് എന്താ സന്ത് ശരണമിനെ എല്ലാ വൈഷ്ണവരുടെ കൂട്ടത്തിൽ ഞാൻ ജീവിക്കുന്നു, വൈഷ്ണവ ഭക്തി ചെയ്ത് ജീവിക്കുന്നു, വൈഷ്ണവ സേവ ചെയ്ത് ഞാൻ ജീവിക്കുന്നു. അങ്ങനെ എനിക്ക് എങ്ങനെയാ അപ്പം യാതൊരുവിധ ടെൻഷനും ഇല്ല. കളി എനിക്ക് ഞാൻ ഒരേ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, രാധേ 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 ശ്രീ രാധേ. ഇനി നമുക്ക് രാധാറാണിയെ പറ്റി കുറച്ചൊരു കഥ പറയാം. കഥയല്ല, സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഥയൊന്നും പറയാൻ പറ്റില്ല. അതെല്ലാം നടക്കുന്ന കാര്യങ്ങളാണ്, നടന്നിട്ടുള്ളത് തന്നെയാണ്. രാധാറാണി ഇപ്പൊ ബർസാനയിലാണ് രാധാറാണിയുടെ വലിയ അമ്പലമുണ്ട്. പക്ഷെ ഇവിടെ ഈ വൃന്ദാവനത്തില് ഏത് അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും രാധയില്ലാതെ കൃഷ്ണനില്ലെന്നുള്ളതാണ്. ഏത് അമ്പലത്തിലും രാധാകൃഷ്ണന്മാരുടെ, അതിന് ഓരോരോ പേര്, ഓരോരുത്തർ രാധാശ്യാമസുന്ദർ ആണെങ്കിൽ ഓരോരുത്തർ രാധാ ദാമോദരൻ, അല്ലെങ്കിൽ ഓരോരുത്തർ രാധാ മദൻ മോഹൻ, അല്ലെങ്കിൽ രാധാ വല്ലഭ, അങ്ങനെ ഓരോ പേരുകളിലാണെന്നുള്ളതേ ഉള്ളൂ. രാധാറാണി ഇല്ലാതെ കൃഷ്ണനേ ഇല്ല എന്നുള്ളതാണ് ഇവിടെ വൃന്ദാവനത്തില്. നമുക്ക് നമ്മുടെ നാട്ടിലെ ഉള്ളു ഈ രാധാറാണിയെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, ഗോപ്യമായിട്ട് വെച്ചിരുന്നതായിരുന്നു അത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ, അതുമല്ല ഭക്തിയുടെ ആ അഗ്രഗണ്യത്തിൽ വരുന്നവർക്ക് മാത്രമേ രാധാറാണിയെ രാന്ന് ഉച്ചരിക്കാൻ പോലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളെന്നുള്ളത്. ഇപ്പൊ തന്നെ ഞാൻ ഇത്രയും പറയുന്ന ദേവിയോട് മാപ്പ് പറഞ്ഞിട്ടാ പറയുന്നതെന്നുള്ളതാ. നമ്മള് ഇനിയിപ്പൊ രാധാറാണിയെ ഒരു കഥ പറയാം. വൃഷഭാനു കീർത്തിദാസ് സുന്ദരി എന്ന് പറയുന്നവര് റാവൽ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അവര് ജീവിച്ചുകൊണ്ടിരുന്നത്. അവര് എന്ന് പറഞ്ഞ ഗോക്കളുടെ ഒരു രാജാവിന്റെ കൂട്ടുള്ള, മീൻസ് ഗോക്കളുടെ അധീപനായിരുന്നു അവര്, രാജ അവരുടെ ഇത്. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ വൃഷഭാനുവിനും കീർത്തിദാസ് സുന്ദരിക്കും മക്കളില്ലാതിരുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര ദുഃഖിതരായിരുന്നു. പക്ഷെ പണ്ടുള്ള ആൾക്കാരെല്ലാം എങ്ങനെയാണ്, അവരുടെ ജീവിതം മൊത്തം നാരായണനെ വിളിച്ചുകൊണ്ടുള്ള ആ ഒരു ജീവിതമാണല്ലോ. അന്നേരം അവരിങ്ങനെ എല്ലാം അവരുടെ ദുഃഖങ്ങളെല്ലാം ആര് സമർപ്പിച്ചു? ശ്രീനാരായണനെ സമർപ്പിച്ചു. നാരായണ നാരായണ ആ ദുഃഖങ്ങളെല്ലാം വേറുള്ളവരോട് പറഞ്ഞിട്ട് എന്താ ചെയ്ത് കിട്ടാൻ പോകുന്നത്? നമ്മുടെ ദുഃഖങ്ങളെല്ലാം വേറുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നത്? പുറത്ത് നിന്നിട്ട് നമ്മളെ എന്താ പറയുന്നത്, നമ്മൾ ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ എന്താ ചെയ്യുന്നത്? അവർ 10 പേരോട് ഇന്ന് പറയും എന്നുള്ളതാണ്. എന്നിട്ട് അവര് മാറി നിന്നിട്ട് നമ്മുടെ ദുഃഖത്തിലുണ്ടല്ലോ സന്തോഷിക്കും എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ട്
വൃഷഭാനുവായാലും ഗദ്ഗദാസുന്ദരി ആയി കഴിഞ്ഞാൽ അവർക്ക് കുട്ടികളില്ലാത്ത ആ ദുഃഖം ഭഗവാനിലേക്ക് സമർപ്പിച്ചു അവരിങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഒരു ദിവസത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ യമുന ഈ യമുനയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വീടിന്റെ അടുത്തൂടെ നമുക്കൊക്കെ ഇപ്പോഴേ ഗോകുലത്തിൽ പോയി കഴിഞ്ഞ് വൃന്ദാവനെ മൊത്തം ഇങ്ങനെ ചുറ്റി യമുനയാണെന്നുള്ളത് ഒരു റാ പോലെയാണ്. എവിടെ ചെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യമുന കാണാൻ പറ്റും. യമുന ദേവി, യമുനയെന്നും പറയാൻ പറ്റില്ല, യമുന ദേവി എന്നാ പറയുന്നത്. എന്നിട്ട് യമുനയിൽ കുളിക്കാൻ പോകുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വൃഷഭാനു കുളിക്കാൻ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു ഒരു താമരയിലാണെന്നുണ്ടെങ്കിൽ ഒരു അല്ലാണ്ട് ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു കുട്ടി എന്ന് പറയാൻ സ്വർണ്ണ നിറത്തിലുള്ള ഒരു ശിശു ഇങ്ങനെ ഭയങ്കര പ്രകാശമാണെന്നുള്ളത്. ആ പ്രകാശത്തിലെ വൃഷഭാനുവിന്റെ കണ്ണുപോലും മഞ്ചിപ്പോയി എന്നുള്ളതാണ്. അങ്ങനെ ആ പ്രകാശത്തിന്റെ രാധാറാണി എന്ന് പറയുന്നില്ല, ഒരു കുട്ടി ഇങ്ങനെ ഒഴുകി വരുന്നു, ഒരു താമര 8 ഏതളുള്ള താമരയില് ഒരു കുഞ്ഞ് ഇങ്ങനെ വരുന്നു. ആ കൊച്ചിനെ തന്നെ വൃഷഭാനു കോരിയെടുത്തിട്ട് നോക്കുന്ന സമയത്ത് അതിസുന്ദരിയായിട്ടുള്ള ഒരു പെൺകുഞ്ഞ്. പക്ഷേ ഉണ്ടല്ലോ കണ്ണ് തുറന്നിട്ടില്ല, കണ്ണടച്ച് തന്നെ ഇരിക്കുവാന്നുള്ളതാണ്. അങ്ങനെ ആ കുട്ടിയെ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കീർത്തിദാസ് സുന്ദരിയുടെ കൈ കൊടുത്തു. കീർത്തിതാണ് അമ്മയുടെ പേര്. കീർത്തിയുടെ കൈ കൊടുത്ത് അവരെ സന്തോഷത്തോടു കൂടി ആ പെൺകുഞ്ഞിനെ ആണെന്നുണ്ടെങ്കിൽ വളർത്താൻ ഭയങ്കര സന്തോഷമായി. പക്ഷെ ഒരേ ഒരു ദുഃഖം എന്തുവാ, കണ്ണ് കാണുന്നില്ല. കുട്ടി കണ്ണ് തുറക്കുന്നതേ ഇല്ല. അവർക്കറിയില്ലല്ലോ കണ്ണ് തുറക്കുന്നില്ല എന്താണെന്നുള്ള ഒരു ഇത് അറിയുന്നില്ല. ഭയങ്കര സങ്കടമായിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? എന്നാലും പൊന്നുപോലെ കുഞ്ഞിനെ 5 ദിവസം കഴിഞ്ഞ് കുട്ടി വീട്ടിൽ വന്നതിന് ശേഷം 5 ദിവസം കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവര് കുട്ടി ഉണ്ടായത്. അങ്ങനെ ഒരു പബ്ലിസിറ്റി കൊടുക്കുകയൊന്നും ചെയ്യുന്നില്ല. നാരദർക്ക് മനസ്സിലായി ശ്രീകൃഷ്ണനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗോകുലത്തിൽ അവതരിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും രാധാറാണിയും ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട്. അന്നേരം ഈ കുട്ടി എവിടെയാണെന്ന് അവർക്ക് നാരദർക്ക് കണ്ടുപിടിക്കണം. നേരെ ഇങ്ങനെ എല്ലാ വീടുകളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നേരെ വന്നു വൃഷഭാനുവിന്റെ വീട്ടില്. വൃഷഭാനുവിന്റെ വീട്ടിൽ വന്നപ്പോ എന്താ ഇവിടെ ഇത്ര ഒരു വിഷാദം, എന്താണ്? അത് സന്തോഷമുണ്ട് വിഷാദം ഉണ്ടല്ലോ, രണ്ടും ഉണ്ടല്ലോ, എന്താണെന്ന് പറഞ്ഞു. അത് നാരദമുനി, ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടായി, പക്ഷെ ആണെന്നുണ്ടെങ്കിൽ അവൾ ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല, അതിന്റെയാണ് ഞങ്ങൾക്ക് വിഷാദം എന്ന് പറയുന്നത്. അതിന് നിങ്ങൾ വിഷമിക്കണ്ട, എന്തായി കഴിഞ്ഞാലും ഈ പെൺകുട്ടി കണ്ണു തുറക്കും, അവൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്ന് പറയും. എന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഗോകുലത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നന്ദോത്സവം നടക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണൻ അവിടെ ജനിച്ചു കഴിഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ആഘോഷം നടക്കും. ആഘോഷം നടക്കുന്ന സമയത്ത് എന്നുണ്ടെങ്കിൽ ഇവരെ എല്ലാരും വൃഷഭാനും നന്ദഗോപരും ഒക്കെ ഭയങ്കര കൂട്ടുകാരാ. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇവരെ വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇവര് കുഞ്ഞിനെയും കൊണ്ട് പോകുന്നു. കുഞ്ഞിനെയും കൊണ്ട് പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ യശോദയൊക്കെ വളരെ കാര്യമായിട്ട് സ്വീകരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ കിടത്താൻ വേണ്ടിയിട്ട് അകത്ത് മുറി കൊടുക്കുന്നവരെ എവിടെയാ സാക്ഷാ ശ്രീകൃഷ്ണന് കിടക്കുന്ന അവിടെ തന്നെയാണ് ഈ കുഞ്ഞിനെ കൊണ്ട് കിടത്തുന്നത്. ഭഗവാൻ ഇങ്ങനെ നോക്കിയിരിക്കല്ലേ എന്റെ രാധാറാണി എവിടെ എന്നുള്ള ആ ഒരില്. എന്നിട്ട് അന്നേരം ഭഗവാൻ ചെന്ന് രാധാറാണി ആ കുഞ്ഞിനെ ഒന്ന് തൊട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി എന്റെ സാക്ഷാൽ ഭൂലോക വൃന്ദാവന സഞ്ചാരി തന്നെയാണ് ഇത് എന്നുള്ള ആ സ്പർശനത്തിൽ കൂടി രാധാറാണിക്ക് മനസ്സിലായി. എന്നിട്ട് ആദ്യമായിട്ട് കണ്ണു തുറന്നിട്ട് ഭഗവാനെ തന്നെ നോക്കണം എന്നുള്ള രീതിയിലാണ് ഈ കണ്ണടച്ചു വെച്ചിരുന്നത്. ആദ്യം ഞാൻ ഒന്ന് കാണുന്നത് എന്റെ ഗോപാലനെ ആയിരിക്കണം, എന്റെ ഗോകുലപാലനെ ആയിരിക്കണം എന്നുള്ള ആ രീതിയിലാണ് രാധാറാണി കണ്ണടച്ചു വെച്ചിരുന്നത്. ഭഗവാന്റെ ആ സ്പർശനം കിട്ടിയപ്പോൾ തന്നെ രാധാറാണി കണ്ണു തുറന്നു. വളരെ എല്ലാവർക്കും അതിശയമായി ഇത് എങ്ങനെ സംഭവിച്ചു, അതെങ്ങനെ സംഭവിച്ചു, ഇതൊക്കെ ഉള്ളിലുള്ള ആ ബോധ്യമായിട്ടുള്ള കാര്യം ഇതൊന്നും നമ്മളെ പോലുള്ള ബുദ്ധിക്കോ അല്ലെന്നുണ്ടെങ്കിൽ മനുഷ്യർക്ക് മനസ്സിലാവില്ലല്ലോ. അന്നേരം ഭയങ്കര സന്തോഷമായി കീർത്തിദാസുന്ദരിക്കും അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ആ നാടൊട്ടുക്കും ആഘോഷമായി എന്നുള്ളതായ രാധാഷ്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബർസാനയിലോട്ടൊന്നും പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ റാവൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഗോകുലത്തിലെ കൃഷ്ണനും റാവലിന്റെ രാധാറാണി അടുത്തടുത്ത്, മീൻസ് അത്ര അടുത്തല്ല, എന്നാലും കുറച്ചൊരു ദൂരം അങ്ങോട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗോകുലത്തിലാണെന്നുണ്ടെങ്കിൽ കൃഷ്ണഭഗവാനാണെന്നുണ്ടെങ്കിൽ കൃഷ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അസുരന്മാരുടെ ഒരു പട തന്നെ വന്നുകൊണ്ടിരിക്കുക. ആ അസുരന്മാരുടെ പട തന്നെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്കും ഭയങ്കര സങ്കടമായി, എന്റെ കുഞ്ഞിന് എന്താ പറ്റി
ഇങ്ങനെ ഇങ്ങനെ ആപത്തുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അവർക്കറിയില്ലല്ലോ ഇത് സാക്ഷാൽ ഭഗവാനാണെന്നൊന്നും. ആപത്തുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു, എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു? നന്ദകാവിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. നന്ദകാവിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന പറഞ്ഞത് നന്ദീശ്വർ പർവ്വതമാണ് ഭഗവാന് ശ്രീകൃഷ്ണൻ അല്ല രുദ്രന്റെ നന്ദീശ്വരന്റെ പർവ്വതമാണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ യാതൊരു അസുരന്മാരും വരില്ല. അതിനു വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു? നന്ദകാവിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വൃഷഭാനു എന്ത് ചെയ്തു? റാവൽ എന്ന് പറയുന്ന സ്ഥലത്ത്, റാവൽ ഇവിടെ എപ്പോഴും ഉണ്ട് കേട്ടോ. ഈ നമ്മൾ ഈ യാത്ര വരുന്നവരെല്ലാം നേരെ ബസ്സാനെ മാത്രമേ പോകൂ. പക്ഷെ റാവലിലും പോകണം. ആദ്യം രാധാറാണി റാവലിലായിരുന്നു. എന്നിട്ട് ഈ റാവലിനെ വൃഷഭാനു എന്ത് ചെയ്തു? നന്ദകാവിന്റെ അടുത്ത് തന്നെ ഒരു 7 കിലോമീറ്റർ ദൂരം തന്നെ. എന്നിട്ട് ബർസാനയിലേക്ക് അവരും ഷിഫ്റ്റ് ചെയ്തു. ഷിഫ്റ്റ് ചെയ്ത് ഭഗവാന്റെയും രാധാറാണിയുടെയും കൂടെ രാധാറാണിയുടെ ലീലകൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് വൃന്ദാവൻ മേ രാധേ രാധേ, വൃന്ദാവൻ മേ രാധേ രാധേ, രമൻ തെത്തി മേ രാധേ രാധേ, രമൻ തെത്തി മേ രാധേ രാധേ, രമൻ തെത്തി മേ രാധേ രാധേ, വംശി വടമേ രാധേ രാധേ, വംശി വടമേ രാധേ രാധേ, കാളിയ ഘട്ടുമേ രാധേ രാധേ, കാളിയ ഘട്ടുമേ രാധേ രാധേ. ഈ കാളിയഘട്ട് എന്ന് പറയുന്ന സ്ഥലം ഏതാണെന്ന് അറിയാമോ? കാളിയമർദ്ദനം നടന്ന സ്ഥലമാണ് കാളിയഘട്ട്. ആ വൃക്ഷമൊക്കെ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാ. അത് കഴിഞ്ഞിട്ട് നേരെ അവരിവിടെ വന്നു. ഗോകുൽ മേ രാധേ രാധേ, ഗോകുൽ മേ രാധേ രാധേ, നന്ദഗാവ് മേ രാധേ രാധേ, നന്ദഗാവ് മേ രാധേ രാധേ, നന്ദഗാവ് മേ രാധേ രാധേ, നന്ദഗാവ് മേ രാധേ രാധേ, റാവൽ മേ രാധേ രാധേ, റാവൽ മേ രാധേ രാധേ, തേർക്കദംബ മേ രാധേ രാധേ. ഇവിടെ എല്ലാം ഭഗവാനും രാധാറാണിയും പിന്നെ കൂട്ടുകാരും കൂടി അവന് ലീലകൾ നടന്ന സ്ഥലമായി. ഓരോ സ്ഥലത്ത് ചെല്ലുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് ആ ഒരു മൂഡിലാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു എന്താ പറയുന്നത്, ആ ഭൗതികമായിട്ടുള്ള ആ ഒരു ഫീലിങ്സ് നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ റാവൽ മേ രാധേ രാധേ, ബർസാന മേ രാധേ രാധേ, ബർസാന മേ രാധേ രാധേ, തേർ കദംബ മേ രാധേ രാധേ, ഭോജൻ താലി മേ രാധേ രാധേ, ഭോജൻ താലി മേ രാധേ രാധേ, ചരൺ പകാട് മേ രാധേ രാധേ, രാധേ രാധേ രാധേ. പിന്നെ ഇവിടെ വന്നു ഗോവർദ്ധൻ മേ രാധേ രാധേ, ഗോവർദ്ധൻ മേ രാധേ രാധേ, ഗോവിന്ദ് കുണ്ട് മേ രാധേ രാധേ, ഗോവിന്ദ് കുണ്ട് മേ രാധേ രാധേ, രാധാകുണ്ട് മേ രാധേ രാധേ, രാധാകുണ്ട് മേ രാധേ രാധേ. രാധാകുണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പരിഭാവനമാണെന്നറിയും. ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ദിവസങ്ങൾ തന്നെ നമ്മൾ എടുക്കും എന്നുള്ളതാ. ശ്യാം കുണ്ട് മേ രാധേ രാധേ, ശ്യാം കുണ്ട് മേ രാധേ രാധേ, ശ്യാം കുണ്ട് മേ രാധേ രാധേ, രാധേ 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 രാധേ, ശ്രീരാധേ ശ്രീരാധേ. അങ്ങനെ ഭഗവാന്റെ ലീലകളിൽ എല്ലായിടത്തും രാധാകൃഷ്ണന്മാരുടെ ലീല നടക്കാത്ത ഒരു സ്ഥലവും വൃന്ദാവനത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ വൃന്ദാവനത്തിന് 12 കാനനം എന്നാ പറയുന്നത്, 12 വനങ്ങള്. ആ 12 വനങ്ങളിലും ഇല്ല എന്നുള്ളതാ. ആ ശക്തിയായിട്ടുള്ള രാധാശ്യാമചന്ദ്രനെ വന്ദിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ നാരായണീയത്തിലേക്ക് കടക്കാം. ഹരേ കൃഷ്ണ. ബോറടിച്ചോ? ആ മൂടി പോണ കേട്ടോ. ആ രാധാറാണിയുടെ കൃപയുണ്ടെങ്കിലേ ഇപ്പൊ എങ്ങനെയാ നമുക്കിപ്പം കുട്ടികൾ എങ്ങനെയാ അച്ഛനോട് പണ്ടത്തെ കാലം കേട്ടോ, ഇപ്പോഴതൊക്കെ അങ്ങ് മാറി. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അച്ഛനോട് ഡയറക്റ്റ് നമ്മൾ ഇന്ന് പറയില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? നേരെ അമ്മയെ സമീപിക്കും. അമ്മയെ സമീപിച്ചിട്ട് അമ്മയോട് പറയും. അമ്മയോട് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അമ്മയിൽ നിന്നിട്ടല്ലേ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നത് എന്ന് പറയുന്നത് പോലെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കണം. എന്തെങ്കിലും ഭക്തി തരണേ, ഭക്തിയാണ് നമുക്ക് വരുന്നത്. ആ ഒരു ഏത് കാര്യമായി കഴിഞ്ഞാലും രാധാറാണിയോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കരുണാമയ്യ, കരുണാകുരുമയേ കരുണാഭരിതേ, സനക സനാതന വർണ്ണിത ചരിതേ, രാധേ രാധേ ശ്രീരാധേ. കരുണാകുരിമായിട്ടുള്ള കരാദേവിയോട് നമുക്ക് നമ്മളെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ നാരായണത്തിലേക്ക് കടക്കാം. ഹരേ കൃഷ്ണ. ഹരിബോൾ. വല്ലതും കേട്ടോ ആരെങ്കിലും ഒക്കെ? കേട്ടു, നന്നായിരുന്നു മാതാജി, സൂപ്പറായിരുന്നു. കേട്ടു മാതാജി. അങ്ങനെ നടന്ന സംഭവം അങ്ങനെ കണ്ണിൽ നടക്കുന്ന പോലെ മാതാജി പറഞ്ഞു തന്നു. എന്താന്ന് വെച്ചാൽ സംഭവം നിങ്ങൾക്ക് ഇങ്ങനെ വൃന്ദാവനത്തിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ സമയക്കുറവ് കൊണ്ട് ഞാനത് നിർത്തി എന്നുള്ളതേ ഉള്ളൂ. ദിവസങ്ങളോളം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്കുണ്ടല്ലോ
അത് ആ ഒരു മതി വരില്ല എന്നുള്ളത്. അത്രയ്ക്കും ആ ഒരു രതിയാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്. രാവിലെ നിങ്ങളൊക്കെ 3:45 ഞങ്ങൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 11 മണിയാകുമ്പോഴാണ് തിരിച്ചു വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ടും സമയം ഒഴുക്കുന്നില്ല എന്നുള്ളത്. എന്താ ഭഗവാനി. എന്നിട്ട് വൈകുന്നേരം അതേപോലെ തന്നെ 4:00-4:30 ആകുമ്പോൾ പോകും. ഇനി ക്ലാസ് ഉണ്ടായതുകൊണ്ട് പിന്നെ എളുപ്പമൊക്കെ വരുന്നെന്നുള്ളത്. വൃന്ദാവനം തന്നെ മക്കളെ. അതിന്റെ ആ മാതാജി ഒരു ഞങ്ങളെയും കൂട്ടിക്കൊണ്ടുപോയല്ലോ. മാതാജി ഇപ്പൊ ഞങ്ങളെയും കൂട്ടിക്കൊണ്ടുപോയല്ലോ. ഞങ്ങളും കണ്ടു എല്ലാമേ. മാതാജി മൂലം എല്ലാം കണ്ടു ഞങ്ങള്. വളരെ സന്തോഷമായിട്ടുണ്ട്. നമുക്ക് ഇതിൽ തന്നെ ലീല വരുന്നുണ്ട്, കാളിയമർദ്ദനമൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഉണ്ടല്ലോ അവിടെ ചെന്നിരുന്ന് ഞങ്ങൾ നാരായണീയം വായിച്ചിട്ടുണ്ടെന്നുള്ളതാ. ഈ ഓരോ ലീലകളും നടന്ന സ്ഥലത്തും ഉണ്ടല്ലോ ഓരോ ഗ്രൂപ്പുകൾ വന്നിട്ട് ഞങ്ങൾ അവിടെ ചെന്നിരുന്ന് നാരായണീയം വായിച്ചിട്ടുണ്ട്. അന്നേരം എങ്ങനെയാണ് വൃന്ദാവനത്തിൽ വരണമെന്നുണ്ടെങ്കിൽ രാധാറാണിയുടെ ആ കടാക്ഷം വേണം. ആ ഒരു കടാക്ഷം ഉള്ളവർക്ക് മാത്രമേ വൃന്ദാവനത്തിൽ വരാൻ പറ്റൂ. വൃന്ദാവനത്തിൽ ഓരോരുത്തർ വരും, പക്ഷെ ഉണ്ടല്ലോ ആ ഒരു എൻജോയ്മെന്റ് കിട്ടില്ല കേട്ടോ. ചിലർക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പനിയായി അല്ലെങ്കിൽ വയറിളക്കമായി അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് റൂമിൽ തന്നെ കുത്തിയിരിക്കേണ്ടി ഗതികേട് വരുന്നുണ്ടെന്നുള്ളത്. അതുകൊണ്ട് ആ പ്രാർത്ഥന എപ്പോഴും നിങ്ങൾ വെച്ചു, രാധേ ശ്രീരാധേ ഞങ്ങളെയും കൂടി അനുഗ്രഹിക്കണേ ദേവി എന്നുള്ള ആ പ്രാർത്ഥന വെക്കണം. ഹരി ബോൾ. ഹരേ കൃഷ്ണ. നമുക്കിനി തുടരാം. അല്ലെങ്കിൽ ആ പൈതൽ പ്രഭു നോക്കിയിരിക്കുകയാണെങ്കിൽ മാതാജി മുന്നോട്ട് പോവാത്ത എന്താണ്, എനിക്കിപ്പം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹരേ കൃഷ്ണ. മാതാജി ഒരു രാധാറാണിയുടെ ഒരു കഥ പറഞ്ഞാട്ടെ, നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു കഥ. തീർച്ചയായിട്ടും പറഞ്ഞാട്ടെ. പറഞ്ഞോളൂ. ഇല്ല, മാതാജിയുടെ അടുത്ത് നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു കഥ മാതാജി തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞു തരാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യാം. അച്ഛാ അങ്ങനെയോ? പിന്നെ നാളെ പറയാം. ഓക്കെ. ദിവസം അന്നേരം രാധാറാണിയുടെ കുറേശ്ശെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോവാം. ഓക്കെ. വിരാട് സ്വരൂപ വർണ്ണനമാണ് നമുക്ക്. ഏവം ചതുർദശ ജഗന്മേധാംഗതസ്യ പാതാളം ഈശതവ പാദതലം വദന്തി പാദോർത്തദേശമവിദേവരസാദലം തേ കുൽഭദ്വയം ഖലു മഹാദല അത്ഭുതാത്മന്നെ ജംഗേ തലാദലമതോ സുതലം ചജാനൂ കിഞ്ചോരു ഭാഗയുഗളം വിതലാതലേഭ്യേ ശോണീതലം ജഗനമംബരമംഗനാഭീവശക്രനിലയത്തവ ചക്രപാണേ ഗ്രീവാമഹതവരുവം ജനസ്തവസ്തോ കാലശിരസ്തവ സമസ്തമയ്യസ്യ സത്യ ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈരവീ അന്യേ നിമിത്തഭവിഷേ ഭഗവൻ നമസ്തേ ബ്രഹ്മരേന്ദ്രപരമീശ്വര വിശ്വകന്ദ ചന്ദാംശികേശ ഭഗനാ തവ കേശപാശ ഉല്ലാസചില്ലിയുഗളം ദുരനസ്യ ഗേഹം ഭസ്മാണി രാത്രി ദിവസോ സവിതാചനീതേ നിശേഷ വിശ്വരജനാ ജഗടാശമൂഷ കർണോതിശോഷയുഗളം ദാനാസികേ ദേ ലോഭത്രബീജ ഭഗവന്നെ അതിരോത്തരോഷ്ട്രോ താരാഗിണ ചരനാശമനം ചതംഷ്ട. ഹരേ കൃഷ്ണ. പൈതൽ പ്രഭു, ഞാന് ഒരുപാട് രാധകാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സുഗമഹർഷിയുടെ കൂട്ടുണ്ടല്ലോ മഹാസമാധിയിലേക്ക് പോകും. പിന്നെ ഞാന് ഇന്ന് പിന്നെ വേറെ ഒരു കാര്യം നടക്കില്ല. നമുക്കന്ന് ദിവസം കുറേശ്ശെ പോകാം. എനിക്ക് തന്നെ എന്തോ വല്ലാതെ ഒരു ഇത് വരും. അതുകൊണ്ട് നാളെ നമുക്ക് ചെയ്യാം കേട്ടോ. സോറി. ഓക്കെ മാതാജി, താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവാനേ കൃഷ്ണ. മായാവിലാസസഹിതം സുചിതം സമീരോ ജിഗ്വാജലം തജനമീശ ശകുന്തപന്ദേ സിദ്ധാദയാ സ്വരഗണാമുഖരന്ദ്രമഗ്നി ദേവാപുജസ്തനയുഗം തവ ധർമ്മദേവ മായാവിലാസകസിതം സ്വസിതം സമീരോ ജിഗ്വാജലം ഭജനമീശ ശകുന്തപന്ദേ സിദ്ധാദയാ സ്വരഗണാമുഖരന്ദ്രമഗ്നി ദേവാപുജസ്തനയുഗം തവ ധർമ്മദേവ മായാവിലാസകസിതം സ്വസിതം സമീരോ ജിഗ്വാജലം ഭജനമീശ ശകുന്തപന്ദേ
സിദ്ധ്യാദയാ സ്വരഗണാ മുഖരന്ധ്രമഗ്നി ദേവാഭുജാസ്തനയുഗം തവ ധർമ്മദേവ. വായിക്കാമോ? ഹരേ കൃഷ്ണ മാതാജി. വായിക്കട്ടെ മാതാജി. ദേവായ മായാവിലാസം സഹസ്രിതം ശാശ്വതം സീമരോ ജിഹ്വാജലം വചനമീശ സകുന്ദഭഗ്നി സിദ്ധാദായ സ്വരഗണമുഖരന്ധ്രമഗ്നിർ ദേവാപുജാസ്തനയുഗം തവ ധർമ്മദേവ. മായാവിലാസഹസിതം സുഷിതം സമീരോ ജിഗ്വാജലം വചനമീശ സൗന്ദഭംഗി സിദ്ധാദയ സ്വരഗണ മുഖരന്ധ്രമഗ്നി. മുഖരന്ധ്ര അഗ്നിയിലെ അത് അഗ്നി ദേവാപുജാസ്തനയുഗം തവ ധർമ്മദേവ. ദേവാപുജാസ്തനയുഗം തവ ധർമ്മദേവ. വായിച്ചാട്ടെ, ഒരാളൂടെ വായിക്കാം. ഹരേ കൃഷ്ണ. മായാവിലാസഹസിതം ശുസിതം സമീരോ ജിഹ്വാജലം വചനമീശ ശകുന്തപംക്തി സിദ്ധാദയ സ്വരഗണാമുഖരന്ധ്രമഗ്നി ദേവാഭുജാസ്തനയുഗം തവ ധർമ്മദേവ. ഹരേ കൃഷ്ണ മാതാജി. ഇനി ഒരാളൂടെ വായിച്ചാട്ടെ പെട്ടെന്ന്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ മാതാജി. സഹസിനം സമീരോ ജിഹ്വാജലം വചനമീശ ശകുന്തവന്തി സിദ്ധാദയ സ്വരഗണമുഖരന്ധ്രമഗ്നി ദേവാപുജാസ്തനയുഗം തവ ധർമ്മദേവ. ഹരേ കൃഷ്ണ. നല്ലായിരുന്നു. എന്നിട്ട് ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞു താഴോട്ടുള്ള 7 ലോകങ്ങളെ പറ്റി പറഞ്ഞു. പിന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മുകളിലോട്ടുള്ള ലോകങ്ങൾ എല്ലാം പറഞ്ഞു. സ്വപ്നലോകം അങ്ങനെ എല്ലാം തപോലോകം സത്യയോഗം ലോകം അങ്ങനെ എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സൂക്ഷ്മനാടി പിന്നെ വേദങ്ങൾ അങ്ങനെ ഓരോരോ കാര്യങ്ങളും പറഞ്ഞു. ഇനി ബാക്കിയുള്ളവരെ പറയുന്നു ഇന്നത്തെ ദിവസം. ഭഗവാന്റെ ലീലാസ്മിതം എന്താ? മായ. സ്വസിതം സമീര ജിഗ്വ. ശ്വാസോച്ഛ്വാസം എന്താ? കാറ്റ്, നാക്ക്, വെള്ളം. ശ്വാസോച്ഛ്വാസം എന്ന് പറഞ്ഞാൽ കാറ്റാണ്. എന്നിട്ട് നാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം. സ്വരഗണ സിദ്ധാദയ മുഖരന്ധ്ര അഗ്നി പുജാദേവ. സ്വരഗണങ്ങളോ സിദ്ധാദികള് വായിൽ നിന്നാണ് തീ വരുന്നത്. കൈകള് ദേവന്മാര്, സ്തനയുഗം ധർമ്മദേവൻ. അങ്ങനെ ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലായിട്ടുണ്ടല്ലോ എല്ലാം ഭഗവാനിൽ നിന്നാണ് വരുന്നത്. നമ്മളാണെന്നുണ്ടെങ്കിൽ ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ടല്ലോ, ആ വിശ്വരൂപ ദർശനത്തിൽ സകല കാര്യങ്ങളും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോരോ അവയവങ്ങളിൽ നിന്നാണ് ഭഗവാന്റെ ഓരോരോ അവയവങ്ങളിൽ നിന്നാണ് ഓരോ ദേവന്മാരും ഓരോ കാര്യങ്ങളും വന്നിരിക്കുന്നത്. ഇനി അടുത്തത് പൃഷ്ടം തു അധർമ്മയിക ദേവ മനസുതാംശോ അവ്യക്തമേവ ഹൃദയാംബുജ അംബുജാശ കുശേ സമുദ്രനിവകാവസനം ദു സന്ധ്യേ ചേവ പ്രജാപതിരസോ വിഷ്ണുമിത്ര. പൃഷ്ടം തു അധർമ്മ ഇഹ ദേവ മനസുതാംശു അവ്യക്തമേവ ഹൃദയാംബുജ അംബുജാശ കുശേ സമുദ്രനിവകാവസനം ദു സന്ധ്യേ ചേവ പ്രജാപതിരസോ വിഷ്ണുമിത്ര. പൃഷ്ടം പൃഷ്ടു അധർമ്മ ഇഹ ദേവ മനസുതാംശു അവ്യക്തമേവ ഹൃദയാംബുജ അംബുജാശ കുക്ഷി സമുദ്രനിഭഃ വസനം തു സന്ധ്യേ ചേവ പ്രജാപതിരസോ വിഷ്ണുച്ച മിത്ര. ചേവ പ്രജാപതിരസോ വിഷ്ണുച്ച മിത്ര. വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ. പൃഷ്ടം ത്വധർമ്മ ഇഹ ദേവ മനസ്സുതാംശു തന്നെ പറയണം അവിടെ. ദേവ മനസുതാംശു സുധാംശു അവ്യക്തമേവ കൃതയാംബുജാംബുജാശാം കുഷി സമുദ്ര നിഭഃ വസനം തു സന്ധ്യേ ശേവ പ്രജാപതിരസൗ വൃഷ്ണൗ ച മിത്ര. ഹരേ കൃഷ്ണ. ഹരിബോൾ. നോക്കെ അവിടെ എന്താണ് പൃഷ്ടം അധർമ്മം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പൃഷ്ടത്തിൽ നിന്നാണ് അധർമ്മദേവൻ ഉണ്ടാകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് കേട്ടോ.
ഇനി അടുത്ത ആള് വായിക്കേ പെട്ടെന്നായിട്ട്. ഹരേ കൃഷ്ണ മാതാജി. ആ. പൃഷ്ടം ധ്വധർമ്മ ഇഹ ദേവ മനസ്സുധാംശോരവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ കുക്ഷിസമുദ്ര നിവഹാവസനം തു സന്ധ്യേ ശേഫ പ്രജാപതിരസൗ വൃഷണൗ ച മിത്രഃ. ഹരേ കൃഷ്ണ മാതാജി. നല്ല ഒരാളോട് പ്രഭുജിമാരൊന്നും ഇല്ലേ ഇന്ന്? ഹരേ കൃഷ്ണ മാതാജി. വായിച്ചു. ദേവ മനസ്സുതാംശു അവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ കുക്ഷിസമുദ്ര നിവഹാവസനം ദുസന്ധ്യേ ശേഫ പ്രജാപതിരസൗ വൃഷണൗ ച മിത്ര. ഹരേ കൃഷ്ണ. അധർമ്മ യുഗ ദേവ മനസ്സ്. ഹേ ദേവ, അത് അങ്ങയുടെ പൃഷ്ഠത്തിൽ നിന്ന് എന്താ വരുന്നത്? അധർമ്മം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അവിടുന്ന് അധർമ്മം തന്നെ പറയണം നമ്മള് കേട്ടോ. പൃഷ്ഠത്തിൽ നിന്നിട്ട് അധർമ്മം വരുന്നു. പിന്നെയോ ഇഹ മനസുധാംശു, മനസ്സിൽ നിന്ന് ആരാ വരുന്നത്? ചന്ദ്രന്. എന്നിട്ട് പിന്നെ എന്താ വരുന്നത്? മനസ്സിൽ നിന്നിട്ട് ചന്ദ്രൻ വന്നു. ഹൃദയത്തിൽ നിന്നിട്ട് എന്താ വരുന്നത്? ഹൃദയമാകുന്ന താമര അവ്യക്തം തന്നെ. മനസ്സിൽ നിന്നിട്ട് മനസ്സിന് ഹൃദയം ഒന്നാണ്, ചന്ദ്രൻ വരുന്നു. എന്നിട്ടോ ഹൃദയാംബുജ അവ്യക്തമേവ കുച്ചിയിൽ നിന്നുണ്ട്. കുച്ചിയിൽ സമുദ്ര നിബഹ, ഉദരത്തിൽ നിന്ന് എന്താ വരുന്നത്? സമുദ്രങ്ങള്. വസനം തു സന്ധ്യ, വസ്ത്രം എന്ന് പറഞ്ഞാൽ 2 സന്ധികളാകുന്നു. ശേവ പ്രജാപതി വിഷ്ണു അസോ മിത്ര ച. ഉദരത്തിൽ നിന്ന് സമുദ്രം വരുന്നു. എന്നിട്ട് വസ്ത്രം 2 സന്ധികള്. ശേവ പ്രജാപതിയാവുന്നു. വിഷ്ണുങ്ങളോ ഈ മിത്രനാകുന്നു. ഓരോരോ ദേവതകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഓരോന്നിൽ നിന്നിട്ട് ഓരോരോ ദേവതകള്. ശ്രോണീസ്ഥലം മൃഗഗണാപതയോർനകാസ്തേ ഹസ്തുഷ്ട സൈന്ധവമുഖാഗമനം തു കാല വിപ്രാതിവർണഭവനം വദനാബ്ജബാഹോ ചാരൂരുയുഗ്മചരണം കരുണാംബുദേ. ശ്രോണീസ്ഥലം മൃഗഗണാപതയോർനകാസ്തേ ഹസ്തുഷ്ട സൈന്ധവമുഖാഗമനം തു കാല വിപ്രാതിവർണഭവനം വദനാബ്ജബാഹോ ചാരൂരുയുഗ്മചരണം കരുണാംബുദേ. ശ്രോണീസ്ഥലം മൃഗഗണ പദയോർനകാസ്തേ ഹസ്തുഷ്ട സൈന്ധവമുഖാഗമനം തു കാല വിപ്രാതിവർണഭവനം വദനാബ്ജബാഹോ ചാരൂരുയുഗ്മചരണം കരുണാംബുദേ. വായിക്കാമോ? ശ്രോണീസ്ഥലം മൃഗഗണ പദയോർനകാസ്തേ ഹസ്തുഷ്ട്ര സൈന്ധവ മുഖ ഗമനം തു കാല വിപ്രാതിവർണഭവനം വദനാബ്ജ ബാഹു ചാരൂരു യുഗ്മചരണം കരുണാംബുദേ തേ. വായിച്ച. ഹരേ കൃഷ്ണ. ശ്രോണീസ്ഥലം മൃഗഗണപതയോർനകാസ്തേ ഹസ്തിഷ്ഠ സൈന്ധവ മുഖാ ഗഗനം തു കാല വിപ്രാതിവർണഭവനം വദനാം ച ബാഹു ചാരൂരുഗ്മചരണം കരുണാംബുദേ. ഹരേ കൃഷ്ണ. വേറെ വായിച്ചേ. ഹരേ കൃഷ്ണ മാതാജി. ശ്രോണീസ്ഥലം മൃഗഗണാപതയോർനഖാസ്തേ ഹസ്ത്യുഷ്ട്ര സൈന്ധവമുഖാഗമനം തു കാലഃ വിപ്രാതിവർണഭവനം വദനാബ്ജബാഹോ ചാരൂരുയുഗ്മചരണം കരുണാംബുദേ. ഹരേ കൃഷ്ണ മാതാജി. ഒരാളോട് വായിച്ചേ. ഹരേ കൃഷ്ണ. ശ്രോണീസ്ഥലം മൃഗഗണാപതയോർനഖാസ്തേ ഹസ്ത്യുഷ്ട്ര സൈന്ധവമുഖാഗമനം തു കാല വിപ്രാതിവർണഭവനം വദനാബ്ജബാഹു ചാരൂരുയുഗ്മചരണം കരുണാംബുദേ. ഹരേ കൃഷ്ണ. അന്നേരം ഇനി എന്താ പറയുന്നത്? ശ്രോണീസ്ഥലം മൃഗഗണ, ഭഗവാന്റെ അരക്കെട്ടിന്റെ പിൻഭാഗത്ത് എന്താ വരുന്നത്? മൃഗഗണങ്ങള്. അത് അവിടെ നിന്നിട്ടാണ് മൃഗങ്ങള്. എന്നിട്ടോ പതയോർ നഖാസ്തേ, നഖങ്ങളിൽ നിന്നിട്ട് എന്താ വരുന്നത്? ആന, ഒട്ടകം, കുതിര. ഹസ്തുഷ്ട സൈന്ധവമുഖ ഗമനന്തു കാല, ഗമന സഞ്ചാരം. ഭഗവാന്റെ സഞ്ചാരം എന്താ? കാലമാകുന്നു. വിപ്രാതി വർണ്ണഭവനം വദനാബ്ജബാഹു ചാരൂരു യുഗ്മചരണം കരുണാംബുദേ തേ. അല്ലയോ ദയാസമുദ്രമേ, എന്താ പറയുന്നത്? മുഖവും കൈകളും തുടകളും പാദങ്ങളും ബ്രാഹ്മണാദി 4 വർണ്ണങ്ങളുടെയും ഉള്ള സ്ഥാനമാവുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വർണ്ണാശ്രമങ്ങൾ പറയുന്നുണ്ട്. എന്താണ്? ബ്രാഹ്മണര് ഭഗവാന്റെ മുഖം, എന്നിട്ടോ ക്ഷത്രിയരോ ബാഹു,
വൈശ്യരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ അരക്കെട്ടിന്റെ ഭാഗങ്ങള്, ശൂദ്രർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാദം. അങ്ങനെ ആ ഭഗവാന്റെ മുഖം, കൈകള്, തുടകള്, പാദങ്ങള് എല്ലാവരും 4 വർണ്ണങ്ങളാണ്. 4 ബ്രാഹ്മണാദികളായിട്ടുള്ള 4 വർണ്ണങ്ങളാകുന്നത് ഈ കാര്യങ്ങളെല്ലാം. സംസാര ചക്രമയ ചക്രധര ക്രിയാസ്തേ വീര്യം നഗാസുരഗണോസ്തി കുലാനി ശൈല്യ നാട്യാസരുസമതയ തരവച്ചരോമ ജിയാദിദം പൗരം നിർവചനീയമീശ. സംസാര ചക്രമയ ചക്രധര ക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്തി കുലാനി ശൈല്യ നാട്യാസരസമതയ തരവച്ചരോമ ജിയാദിദം പൗര നിർവചനീയമീശ. സംസാര ചക്രമയി ചക്രധര ക്രിയാസ്തേ വീര്യം മഹാസുര ഗണോസ്തി കുലാനി ശൈല നാട്യാസര സമുദയ കരവച്ചരോമ ജിയാദിദം പൗരം നിർവചനീയ അനർവചനീയ ഈശ. അനർവചനീയ ഈശ. അനർവചനീയ മീശ. ജിയാവിധം പൗര അനർവചനീയ മീശ. നോക്കുന്ന സമയത്ത് നമ്മൾ നിർവചനീയ മീശാന്നേ ഉള്ളൂ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. പണ്ട് ഒരമ്മായിയമ്മയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്ന് രാമായണം വായിക്കുമായിരുന്നു. രാമായണം വായിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം അവർക്ക് തീരെ വയ്യ, പക്ഷെ അവർക്ക് രാമായണം വായന കൃത്യമാണ്. അതിന് മരുമകളോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ, നീ ആ രാമായണം എത്തിച്ചിട്ട് എന്നെ ഒന്ന് വായിച്ചേൽപ്പിക്കാൻ പറഞ്ഞു. അവരെ വായിച്ചു. അവരാദ്യമായിട്ട് വായിക്കുന്നത് പറയാം, രാമൻ എന്തോർത്തില്ല, ലക്ഷ്മണൻ എന്തോർത്തില്ല. അതെ ഈ അമ്മായിയമ്മ വിചാരിക്കുന്ന അമ്മ വിചാരിക്കുന്നത് അരേ ഞാൻ ഇതുപോലെ ഒരു വേർഡുകൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ഇങ്ങനെ വരുന്നതെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ രാമനും അത് ഓർത്തില്ല, ലക്ഷ്മണനും അത് ഓർത്തില്ല എന്നാ പറയുന്നത്. പക്ഷെ അതുകൊണ്ട് ഈ ഒറ്റയ്ക്കൊക്കെ പഠിക്കുന്ന ആൾക്കാർക്കുണ്ടല്ലോ കുറേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും നമ്മൾ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. സംസാര ചക്രമൈ ചക്രധര ക്രിയാസ്തേ വീര്യം മഹാസുര ഗണോസ്തി കുലാനി ശൈല നാട്യ സരിസമുദയസ്തരവച്ചരോമ ജിയാതീതം പൗര നിർവചനീയമീശ. ഹരേ കൃഷ്ണ. അറിയാത്ത ആൾക്കാരും വായിച്ചോളൂ, ഒരു കുഴപ്പവും ഇല്ല. അങ്ങനെയല്ലേ നമ്മൾ പഠിക്കുന്നത്. സംസാര ചക്രമയി ചക്രധര ക്രിയാസ്തേ വീര്യം മഹാസുര ഗണോസ്തി കുലാനി ശൈലാഃ നാട്യാസരിൽ സമുദയസ്തരവഞ്ചരോമാ ജിയാദിദം വപുരനിർവചനീയമീശ. ഹരി വെരി ഗുഡ്. അതെ, ഇനി എന്താ പറയുന്നത്? ഈ ചക്രധര ക്രിയാചക്രായുധനായ ഭഗവാൻ എന്താ പറയുന്നത്? സംസാര ചക്രം, അവിടുത്തെ വ്യാപാരമാണോ സംസാര ചക്രം. എന്നിട്ട് വീര്യം മഹാസുരഗണ അസ്ഥി കുലാനി ശൈല. അസ്ഥികൾ എന്തായിട്ട് വരുന്നുണ്ട്? പർവ്വതങ്ങളായിട്ട് വരുന്നുണ്ട്. വീര്യം എന്ന് പറഞ്ഞ പരാക്രമം, അസുര കൂട്ടങ്ങൾ വരുന്നുണ്ട്. അസ്ഥികള് പർവ്വതങ്ങളായിട്ട് വരുന്നുണ്ട്. നാഡികൾ എന്തായിട്ട് വരുന്നത്? പുഴകളായിട്ട് വരുന്നുണ്ട്. ഭഗവാന്റെ രോമങ്ങളോ മരങ്ങളായിട്ട് വരുന്നുണ്ട്. ഹേ ഈശ അനർവചനീയം ഇതം ബഭൂജിയാതെ, ഹേ സർവശക്ത, ഹേ സർവേശ്വര, ഇങ്ങനെ എന്തെല്ലാം വിവരിക്കാനാവാത്ത ഈ വിശ്വരൂപം ഭഗവാനെ സർവമായിട്ട് വിജയിക്കട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയാണ് പട്ടതിരിപ്പാട് യോജിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എല്ലാം വന്നിരിക്കുന്നത്. പിന്നെ ഇത് സെപ്പറേറ്റ് ആയിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളിത് സഹസ്ലോകി ഭാഗവത്തിൽ ഓരോരോ ഇതിലും പറയുന്നുണ്ട്. ഈശ്വര പരമാകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിർ ആദിർ ഗോവിന്ദ സർവകാരണ കാരണമില്ലേ എന്ന് പറയുന്നത് പോലെയാണ് ഇത്. ഈദ്രീജഗന്മയ പുസ്തക കർമ്മഭാജ കർമാവസാന സമയേ സ്മരണീയമാഹോ തസ്യാന്തരാത്മഭുഷേ വിമലാത്മനേതേ വാദാലയാദിവ നമോസ്തു നിരുന്തിരോഹാൻ. ഈദ്രീജഗന്മയ പുസ്തക കർമ്മഭാജ കർമാവസാന സമയേ സ്മരണീയമാഹോ തസ്യാന്തരാത്മഭുഷേ വിമലാത്മനേതേ പാദാലയാധിപ നമോസ്തു നിരുന്തിരോഹാൻ. ഈദൃജഗന്മയ ബഹുസ്തവ കർമ്മഭാജ കർമാവസാന സമയേ സ്മരണീയമാഹോ തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേതേ പാദാലയാധിപ നമോസ്തു നിരുന്തിരോഹാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വായിച്ചാട്ട് ഈദൃക് ജഗന്മയ വപുസ്തവ കർമ്മഭാജ
കർമാവസാന സമയേ സ്മരണീയമാഹു തസ്യാന്തരാത്മ ബഭുഷേ വിമലാത്മനേ തേ വാദാലയാദിവ നമോസ്തു നിരുന്തിരോഗ. വായിച്ചാട്ട്. ഹരേ കൃഷ്ണ. യേതൃജഗന്മയവ പുസ്തവ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയമാഹു തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേ തേ വാദാലയാതിവ നമോസ്തു നിരുന്തിരോഗാൻ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചാട്ട്. ഗോവിന്ദ. ഹരേ ഹരേ കൃഷ്ണ. ईदृग्जगन्मयव पुस्तव कर्मभाजां कर्मावसानसमये स्मरणीयमाहुः तस्यान्तरात्मवपुषे विमलात्मने ते वातालयातिपदमोऽस्तु निरुन्दिरोगान् सर्वत्र गोविन्द नाम सङ्कीर्तनं. गोविन्द गोविन्द. हरे कृष्ण. മദതി. പ്രഭുജിമാരും ഇല്ലയോ? ഹരേ കൃഷ്ണ. ജഗന്മയ വപുസ്തവ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയമാഹു തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേ തേ വാതാലയാതിപ നമസ്തോ നിരുന്ധിരോഗാൻ. ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ബാബു ഇങ്ങനെയെല്ലാം ഇരിക്കുന്ന അവിടുത്തെ കർമ്മഭാജ കർമാവസാന സമയ സ്മരണീയ ആഹു എന്ന് പറയുന്നത്. ഇങ്ങനെയെല്ലാം ഇരിക്കുന്ന അവിടുത്തെ ആ വിശ്വരൂപം ഉണ്ടല്ലോ, അങ്ങയെ ആശ്രയിക്കുന്ന കർമ്മത്തെ ആശ്രയിക്കുന്നവർക്ക് എന്താ കർമാനുഷ്ഠാനത്തിന്റെ ഒടുവിൽ ധ്യാനിക്കേണ്ടതാണെന്ന് അറിവുള്ളവർ പറയുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വിശ്വരൂപം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ധ്യാനിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ധ്യാനിക്കും. നമുക്ക് പക്ഷെ വിശ്വരൂപത്തിലോട്ടൊന്നും പോകണ്ട. അല്ലെ അർജുനൻ പറഞ്ഞതുപോലെ എങ്ങനെയാ ധ്വജഭുജധാരിയായിട്ടുള്ള ശ്രീകൃഷ്ണനെ മാത്രം നമ്മൾ നമ്മുടെ മനസ്സിൽ കണ്ടാൽ മതി. ആ ബാലഗോപാലനെ കണ്ടാൽ മതി, ആ ഗോപാലക്കുട്ടിയെ കണ്ടാൽ മതി, അല്ലെങ്കിൽ ഗോകുലബാലനെ കണ്ടാൽ മതി. നമുക്ക് ആ കണ്ണൻ, ആ നേരക്കണ്ണൻ മതിയല്ലോ. വേറെ എന്താ എന്നെ വിശ്വരൂപം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹൈ സ്പിരിറ്റിലുള്ള ആൾക്കാർ. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാ? കുറൂരമ്മയുടെ ഭാവത്തിലുള്ള ആൾക്കാർ. അന്നേരം ആ കുറൂരമ്മയുടെ കൂട്ടുണ്ടല്ലോ, നമുക്ക് നമ്മുടെ കണ്ണൻ നമ്മുടെ അടുത്ത് വന്നോളും. നമുക്ക് ആ ഉണ്ണിക്കണ്ണനെ പ്രാർത്ഥിക്കാം, ഗുരുവായൂരപ്പനെ. എന്നാൽ ഇതിനകത്തുള്ളതൊക്കെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഹേ വാതാലയാദിവ നമസ്തോ നിരന്തിരോഹാന്. അല്ലയോ ഇങ്ങനെയുള്ള ആ ഗുരുവായൂരപ്പ, ശരീരത്തിന്റെ അന്തരാമ്യായിട്ടിരിക്കുന്ന നിർമ്മലനായ ആ നിന്തിരുവടിക്ക് ഞാൻ നമസ്കാരം ചെയ്യുന്നു. അതിന്റെ കൂടെ എന്ത് ചെയ്യണം? നിരന്തിരോഹാന്, അവിടുന്ന് എന്റെ രോഗങ്ങളെയും തീർക്കുമാറാകണേ ഗുരുവായൂരപ്പ എന്നുള്ള ആ പ്രാർത്ഥനയോടുകൂടിയാണ് ഭട്ടതിരിപ്പാട് എല്ലാത്തിലും ഇനി അവസാനം വരുമ്പോ എന്റെ അസുഖം ഭേദമാക്കി തരണേ, അസുഖം ഭേദമാക്കി തരണേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന വെക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. നിങ്ങളൊക്കെ വീട്ടിൽ വായിക്കുന്നുണ്ടല്ലോ അല്ലേ? ഹരിബോൾ. ഹരേ കൃഷ്ണ. രാമ ഹരേ ജയ ഗോവിന്ദ, കൃഷ്ണ ഹരേ ജയ ഗോവിന്ദ, രാമ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ രാമ കൃഷ്ണ ഗോവിന്ദ, രാമ കൃഷ്ണ ഗോവിന്ദ. എന്താണ്? മധുരം മധുരം ഹരിനാമ മാമകരസനയിലനു നിമിഷം അലയായി ഉയരുമ്പോൾ ആനന്ദത്തിൻ കുളിർ ബാഷ്പം കണ്ണുകളിടമുറിവന്നെ തൂകും പൂർണ്ണാനുഗ്രഹ ദിനമെങ്ങോ. ഭഗവാനോട് ചോദിക്കുക, അന്നാളെന്തു വരും, അന്നാളെന്തു വരും. ലൗകിക സുഖ സദലോഭങ്ങൾ ആകെയവണ്ണൻ ഹൃദയാന്ത പാവനമാകെ ഹരിനാമത്താൽ പാവസ്പന്ദനമേൽക്കുമ്പോൾ, പാവസ്പന്ദനമേൽക്കുമ്പോൾ. ഇനി നമ്മൾ ഭഗവാനോട് ചോദിക്കണം, പുളക ചാർത്തടി മുടിയമ്മേൻ മുള പോറ്റിയിടും ദിനമെങ്ങോ
അന്നാളെന്നു വരുക, അന്നാളെന്നു വരും. പുളക ചാത്തടി മുടിയന്മേൽ മുള പോറ്റിയിടും ദിനമെങ്ങോ, അന്നാളെന്നു വരുക, അന്നാളെന്നു വരും. രാമ ഹരേ ജയ ഗോവിന്ദ, കൃഷ്ണ ഹരേ ജയ ഗോവിന്ദ, രാമ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ, രാമ കൃഷ്ണ ഗോവിന്ദ, രാമ കൃഷ്ണ ഗോവിന്ദ.